കാലവർഷ കെടുതികളുമായി ബന്ധപ്പെട്ട സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം ഇന്ന് രാവിലെ ചേർന്നു സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്, ചില പ്രദേശങ്ങളിൽ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായാണ് നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക സന്നാഹങ്ങൾ, കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുളൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFൻ്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള പോലീസ് സേനയും ആവശ്യമായിട്ടുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങളുമുണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ആകെ ഉള്ളത് 316. ഇന്ന് രാവിലെ 9 മണി വരെയുള്ള റിപ്പോർട്ടാണ്. 316 ക്യാമ്പുകളിലായി 11,018 പേരാണ് ഇപ്പോൾ ഉള്ളത്, ക്യാമ്പുകളിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇതുവരെ മരിച്ചവരുടെ എണ്ണം കണക്കാക്കിയിട്ടുള്ളത് 15ആണ്. അത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ഭാഗത്ത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ 2 പേരും ഒരു കുട്ടി അപകടത്തിൽ പുതുപ്പള്ളിയിൽ ഒരു ടാങ്കിൽ വീണ് മരിച്ചതും ഉൾപ്പെടെ 3 പേർ, ഇടുക്കിയിൽ 2 പേർ, വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ഓരോരുത്തരും മരിച്ചു. ഓരോരുത്തർ 2 സ്ഥലത്തും മിസ്സിംഗ് ആണ്. കൊല്ലത്ത് 2 പേര് മരിച്ചു, 2 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ മലപ്പുറം ജില്ലയിൽ 4 പേരും മരിച്ചു, ഒരാൾ മിസ്സിംഗ് ആണ്. കണ്ണൂർ ഒരാൾ മരിച്ചു, 2 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ കോഴിക്കോട് ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 15 പേര് മരിച്ചതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. മിസ്സിങ് ഉള്ളത് 7 പേരാണ്. 15 പേര് മരിക്കുകയും 7 പേര് മിസ്സിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഇനി അതുകൂടാതെ ദുരന്ത 30/7/2026 തന്നെ ഇതിൻ്റെ തലേ ദിവസം തന്നെ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജില്ലാ കളക്ടർമാരുമായി യോഗം നടത്തി തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയിട്ടുണ്ട്. 1/8/2026 ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജില്ലാ കളക്ടർമാരുമായിട്ട് വീണ്ടും യോഗം ചേർന്നിട്ടുണ്ട്. പിന്നെ NDRFൻ്റെ ടീം പത്തനംതിട്ടയ്ക്ക് നൽകിയിട്ടുണ്ട്. 2 ടീം കോട്ടയത്തിന് കൊടുത്തിട്ടുണ്ട്. അധികമായി 2 NDRF ടീം ആരക്കോണത്ത് നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പുറപ്പെടും ഏത് സമയത്തും. ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. ITBPയുടെ ആലപ്പുഴയിൽ ആവശ്യമാണെങ്കിൽ നിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ, വയനാട് ജില്ലകൾക്ക് ആവശ്യമാണെങ്കിൽ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിനെ നിയമിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് കിട്ടിയ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് 164.98 165 ഹെക്ടർ സ്ഥലത്ത് കൃഷിയാണ് നശിച്ചിട്ടുള്ളതെന്ന് പ്രാഥമിക റിപ്പോർട്ടാണ്. പ്രാഥമിക റിപ്പോർട്ട് 3596 കർഷകരെ അത് ബാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ കുറച്ചുകൂടി ആളുകളെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. പല പ്രചരണങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട്. ആ പ്രചരണങ്ങളിൽ ഏറ്റവും പ്രധാനം അണക്കെട്ടുകളിൽ നിന്ന് വെള്ളമൊഴുക്കുന്നു എന്നുള്ളതാണ്. അണക്കെട്ടുകൾ, പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് വളരെ താഴെയാണ്. ജനങ്ങളുടെ ഇടയിൽ യാതൊരു ഉത്കണ്ഠയ്ക്കും അവകാശമില്ല. തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പ്രചരിക്കുകയാണ്. ഞാൻ പറയാം, ഇടുക്കിയിൽ ജലസംഭരണിയിൽ 38.91% ഉള്ളൂ വെള്ളം. ഇടമലയാറ് 46.64%. ബാണാസുര സാഗറിൽ 52.9%. കക്കിയിൽ 44.82%. കല്ലടയിൽ 45% ഉള്ളൂ. മലമ്പുഴയിൽ 35% ഉള്ളൂ. പീച്ചിയിൽ 34% ഉള്ളൂ. അപ്പോൾ ജലസംഭരണികളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നു എന്ന് പറയുന്ന വ്യാപകമായ തെറ്റായ വാർത്തയാണ്. അതിനെതിരായി കർശനമായ നടപടികൾ സ്വീകരിക്കും. കാരണം ജനങ്ങളിൽ ഉത്കണ്ഠ പരത്തുന്ന തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ആകെ മൂഴിയാറിലാണ് വെള്ളം. അത് മൂഴിയാറിൽ 2022 മുതൽ അതിൻ്റെ ഒരു സംവിധാനം ഉള്ളതാണ്. ചെറിയ അണക്കെട്ടുകളിലെ സ്ഥിതി അങ്ങനെയാണ്. ചെറിയ അണക്കെട്ടുകളിൽ നിന്ന് അങ്ങനെ ചെയ്യാം. ഇത്തരം അണക്കെട്ടുകൾ രാത്രി ജലം തുറന്നു വിടുന്ന സാഹചര്യം ഉണ്ടോ എന്ന് ദിവസവും 2 വട്ടം അതാത് അണക്കെട്ടുകളുടെ ചുമതലയുള്ള വകുപ്പുകൾ, ഒന്ന് KSEB,
ഒന്ന് ജലസേചന വകുപ്പ് വിലയിരുത്തുക, ഉണ്ടോ ഇല്ലയോ എന്ന് നേരിട്ട് ജില്ലാ കളക്ടറെ അറിയിക്കുക. ജില്ലാ കളക്ടറുടെ കൂടെ അംഗീകാരത്തോടുകൂടി മാത്രമേ തുറന്നു വിടുകയുള്ളൂ. അത് ചെറിയ അണക്കെട്ടുകളാണ്, വളരെ ചെറിയ, അതാണ് ഈ മൂഴിയാർ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സാധ്യതകൾ മാത്രമാണ് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കടലാക്രമണ സാധ്യതയുള്ള സ്ഥലവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തിരമായി 10,000 രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ഒരു കാർഡിൽ നിന്ന് 2 പേർക്ക് 300 രൂപ വീതം, അപ്പോൾ അത് ഇത് നിൽക്കുന്നത് വരെ അവർക്കൊരു ധനസഹായമായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഗതിയിൽ കിട്ടുന്നത്, മരിച്ചവർക്ക് കിട്ടുന്നത് SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപ, CMDRF-ൽ നിന്ന് 2 ലക്ഷം രൂപ, പിന്നെ PMNRF-ൽ നിന്ന് 2 ലക്ഷം രൂപ, അങ്ങനെ 8 ലക്ഷം രൂപയാണ് മരിച്ചവർക്കുള്ള ധനസഹായം. പിന്നീട് നമുക്ക് നേരത്തെ നമ്മൾ ഈ വലിയ ലാൻഡ് സ്ലൈഡൊക്കെ വന്ന് വീട് കംപ്ലീറ്റ് ഒഴുകിപ്പോയി, വീടില്ല, ആ സ്ഥലത്ത് വീടും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീട് പണിയാനുമാണ്, 10 ലക്ഷം രൂപ. അത് 12 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് 12 ലക്ഷം രൂപയ്ക്ക് വർദ്ധിപ്പിക്കുന്നത്. വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് നേരത്തെ കൊടുത്തിരുന്നത് 4 ലക്ഷം രൂപയാണ്, അത് 6 ലക്ഷം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ നേരത്തെ 10 ലക്ഷമായിരുന്നത് 12 ലക്ഷമാക്കി. നേരത്തെ 4 ലക്ഷം വീട് വയ്ക്കാൻ കൊടുത്തിരുന്നത് നമ്മൾ 6 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. കാരണം ഈ വീടിൻ്റെ മെറ്റീരിയൽസിനൊക്കെ വില കൂടി. ഇത് പണ്ടെങ്ങാണ്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന റേറ്റാണ്, ആദ്യമായിട്ടാണ് ഇത് കൂട്ടുന്നത്, ഇപ്പോൾ കൂട്ടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അത് കൂട്ടായി കൊടുക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ കൃഷിനാശത്തിനും ചെറിയ തോതിലുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് 2.5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നശിച്ചാൽ 13,500 രൂപയാണ് കൊടുത്തിരുന്നത്. അങ്ങനെ കൃഷിനാശത്തിന് വളരെ ചെറിയ നഷ്ടപരിഹാരമാണ്. അത് ഒരു പ്രപ്പോസൽ കൃഷി വകുപ്പിൽ നിന്നുകൂടി തരാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം ക്യാബിനറ്റ് യോഗവും കൂടി കൃഷിനാശം ഉണ്ടായവരുടെ നഷ്ടപരിഹാരം കൂടി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം നമ്മൾ ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അത് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് അത് എത്രയാണ് വർദ്ധിപ്പിച്ചത് എന്ന് തീർച്ചയായിട്ടും അത് അറിയിക്കും. അല്ല, ഇപ്പോൾ ഇല്ല, അവിടെയൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല. നമുക്ക് യാതൊരു റിപ്പോർട്ടും അത് സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. വലിയ ഡാമുകളിൽ പക്ഷേ വലിയ ഡാമുകളിൽ കുഴപ്പമാണ്, എല്ലാ ഡാമും തുറന്നു വിടാൻ പോകണമെന്നുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. ഞാൻ ആ വലിയ ഡാമുകളാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക്, അതായത് 2 വട്ടം പരിശോധിക്കണമെന്നാണ് 2022 ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. 2022 ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ്. അത് ചെറിയ തോതിൽ, ചെറിയ ഡാമാണത്, ചെറിയ ഡാം, വളരെ ചെറിയ തോതിലുള്ള വെള്ളം അല്ല. ഇത് ലാൻഡ് സ്ലൈഡ് വനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് ഇഷ്ടംപോലെ ലാൻഡ് സ്ലിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ തോതിലുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ഈ മിന്നൽ പ്രളയം